അടുത്ത സെക്ഷൻ നോക്കാം. വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് നൊട്ടേഷൻ ദാറ്റ് വിൽ അലോ അസ് ടു റെപ്രസെൻറ്റ് എ മെട്രിക്സ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് കോളംസ്. അപ്പോൾ ഇതിൽ അടുത്ത സെക്ഷൻ പഠിക്കുന്നതിനായിട്ട് നമ്മൾ മെട്രിക്സിനെ അതിൻ്റെ കോളംസ് മാത്രം കാണിക്കുന്ന രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ പഠിക്കുക. ഫേസ് ആൻഡ് എൻ ബൈ എൻ മെട്രിക്സ്. അപ്പോൾ ആ എൻ ബൈ എൻ മെട്രിക്സ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മളൊരു കേത്ത് കോളം ഉണ്ടെങ്കിൽ അതിനെ എ കെ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ലെറ്റർ ഉപയോഗിച്ചിട്ട് കേത്ത് കോളത്തിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് A1K അങ്ങനെ പോയി ANK. അതാണ് നമ്മുടെ കേത്ത് കോളം. വി വിൽ റൈറ്റ് എ ഇൻ ദ ഫോം A1 മുതൽ കണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മളിനി ഈ എൻ ബൈ എൻ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം, AN എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളം. With the understanding that AK denote the kth column of A, with this notation, note that AJK with 2 subscripts denotes an entry of A, whereas AK with 1 subscript denote a column of A. അപ്പം AJK എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി, 2 സബ്സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ആ ഒരു എൻട്രീനെയാണ് കാണിക്കുന്നത്. ഒരു എലമെൻറ്റിനെ എലമെൻ്റ് എന്നല്ലല്ലോ പറയേണ്ടത്, എൻട്രീനെയാണ് കാണിക്കേണ്ടത്. AK എന്ന് പറഞ്ഞാൽ ഒറ്റ സബ്സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് കോളത്തിനെ ആയിരിക്കും കാണിക്കുക. The next lemma shows that a permutation of the columns of a matrix changes the determinant by a factor of the sign of the permutation. അപ്പോൾ അടുത്തത് നോക്കാം. നമ്മൾ കോളംസിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് അടുത്ത ലെമ്മയെന്ന് കിട്ടുന്നത്. സപ്പോസ് ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ ബൈ എൻ മെട്രിക്സിനെ കോളംസ് ഉപയോഗിച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ഈസ് ആൻ എൻ ബൈ എൻ മെട്രിക്സ്. ഇഫ് M1 M2 എക്സെട്ര Mn ഈസ് എ പെർമ്യൂട്ടേഷൻ, അതൊരു പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് AM1 എക്സെട്ര AMn അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പെർമ്യൂട്ടേഷനാണ്. ആ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇപ്പം M1 എന്ന് പറഞ്ഞാൽ 2 അങ്ങനെയാണെങ്കിൽ AM1 എന്ന് പറഞ്ഞാൽ A2 ആയിരിക്കും. അങ്ങനെ ആ കറസ്പോണ്ടിങ് കോളം വെച്ച് റിപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കേസും ഒരുമിച്ച് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാ ഇൻ്റർചേഞ്ചിങ്ങും നമുക്കിവിടെ പറയാം. ജസ്റ്റ് ഒരു 1-2 കോളം മാറ്റുന്നതല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കിട്ടും. ഈസ് എ പെർമ്യൂട്ടേഷൻ ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് AM1 എക്സെട്ര AMn എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ ഓഫ് M1 M2 എക്സെട്ര Mn ഇൻറ്റു DTA. പ്രൂഫ്. സപ്പോസ് M1, എക്സെട്ര Mn ബിലോങ്സ് ടു പെർമ്യൂട്ടേഷൻ ഓഫ് N, we can transform the matrix AM1 etc. AMn into capital A through a series of steps. അപ്പോൾ ഒരു പെർമ്യൂട്ടേഷൻ M1, എക്സെട്ര Mn എന്ന് പറയുന്നൊരു പെർമ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് ട്രാൻസ്ഫോം ദ മെട്രിക്സ് AM1 എക്സെട്ര AMn എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരിച്ച് ആദ്യത്തെ മെട്രിക്സ് ക്യാപിറ്റൽ A ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാം പഴയ പൊസിഷനിലാകുന്ന രീതിയിൽ ഇപ്പോൾ എന്നാമത്തത് മാറിക്കിടക്കുകയാണ്, A2 ആണ് ആദ്യം. ഇപ്പം നമ്മൾ A2നെ A1ൻ്റെ പൊസിഷനിലുള്ള ആൾ ആരാണോ അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ അത് ഓരോന്നിനെ അതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് സീരീസ് ഓഫ് ഇൻ്റർചേഞ്ചിങ് വേണ്ടി വരും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴും ഒരു കാര്യം അവിടെ സംഭവിക്കും. ഇൻ ഈച്ച് സ്റ്റെപ്പ് വി ഇൻ്റർചേഞ്ച് 2 കോളംസ് ആൻഡ് ഹെൻസ് മൾട്ടിപ്ലൈ ദ ഡിറ്റർമിനൻ്റ് ബൈ -1. അപ്പോൾ ഓരോ ഇൻ്റർചേഞ്ചിങ് നടക്കുമ്പോഴും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിന് ഒരു -1ൻ്റെ ഡിഫറൻസ് വരും. -1നെ കൊണ്ട് ഡിഫറൻസ് എന്നാണ് അല്ല പറയണം, -1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ദ നമ്പർ. അപ്പോൾ എത്ര പ്രാവശ്യം ഇതിങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പഴയ മെട്രിക്സിലെത്തുക. ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് നീഡഡ് ഈക്വൽസ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് നീഡഡ് ടു ട്രാൻസ്ഫോം ദ പെർമ്യൂട്ടേഷൻ ഇൻ ടു ദ പെർമ്യൂട്ടേഷൻ ബൈ ഇൻ്റർചേഞ്ച് ടു എൻട്രീസ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. അപ്പോൾ ഈ M1, എക്സെട്ര Mn എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനെ തിരിച്ച് ഈ 1 to up to n വരെയുള്ള പെർമ്യൂട്ടേഷൻ ആക്കാൻ എത്ര ഇൻ്റർചേഞ്ചിങ് വേണോ അത്രയും തന്നെയാണ് പറഞ്ഞ മെട്രിക്സിനും വേണ്ടത്. ദ പ്രൂഫ് ഈസ് കംപ്ലീറ്റ്ലി ബൈ നോട്ടിങ് that the number of such steps is even if ഈ M1 എക്സെട്ര Mnൻ്റെ സൈൻ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ തിരിച്ച് ഫസ്റ്റിലത്തെ പെർമ്യൂട്ടേഷൻ ആക്കാൻ വേണ്ടുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. അതേപോലെ തന്നെ അതായത് ഓരോ പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴും അതിന് സൈൻ എന്ന് പറയുന്നത് ഒരു -1ൻ്റെ വ്യത്യാസം വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പെർമ്യൂട്ടേഷനിൽ 2 എൻട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ -1 ആവും, ഇൻറ്റു -1 ആവും. അപ്പോൾ അപ്പോൾ ഓഡ് ഇഫ് M1 എക്സെട്ര Mn എന്ന് പറയുന്നത് അതിൻ്റെ സൈൻ -1 ആണെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടൈംസ്. അപ്പം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം
ഒരു പെർമ്യൂട്ടേഷനിലെ 2 എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻറ്റു -1 ഉണ്ടാവും. -1ൻ്റെ സൈനിൻ്റെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും -1. അപ്പം ഈവൻ നമ്പേഴ്സ് ഓർ ഓഫ് ടൈംസ് ആണെങ്കിൽ ആ -1 റേസ് ടു ഒരു ഈവൻ നമ്പർ വരും, അത് പ്ലസ് ആവും. ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ അത് -ഉം ആവും. അപ്പോൾ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പോലെ തന്നെ ഒരു പെർമ്യൂട്ടേഷൻ എന്നോ എൻ്റെ ആദ്യത്തെ പെർമ്യൂട്ടേഷനിൽ എത്തുമ്പോഴും തിരിച്ച് ഇതെല്ലാം ചെയ്യണമല്ലോ. അപ്പോഴും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദ പ്രൂഫ് ഈസ് കംപ്ലീറ്റ് ബൈ നോട്ടിങ് ദാറ്റ് നമ്പർ ഓഫ് സച്ച് സ്റ്റെപ്സ് ഈസ് ഈവൻ. അപ്പോൾ ഇതിൻ്റെ സൈൻ ഏതാണോ ആ സൈൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആ ഒരു ഇത് അവിടെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് AM1 എക്സെട്രാ AMN എന്ന് പറയുന്നത് ഒരു സൈൻ ഓഫ് M1 M2 എക്സെട്രാ MN ഇൻറ്റു DT എന്ന് കിട്ടുന്നു. ഡെറ്റ A ഈസ് ഈക്വൽ ടു A1 എക്സെട്രാ AN. For 1 less than equal to k less than equal to n, think of all columns of A except the kth column as fixed. We have, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് kth കോളം നമ്മൾ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് DT ഈസ് ഈക്വൽ ടു DT A1 എക്സെട്രാ AK എക്സെട്രാ AN. And we can think of DTA as a function of the kth column AK. This function, which takes AK to the determinant above, is a linear map from the vector space of n by 1 matrices with entries in F to F. The linearity follows easily from 10.25, where each term in the sum contains precisely one entry from the kth column of A. അപ്പം A എന്ന് പറയുന്ന മെട്രിക്സ് അവിടെ കൊടുത്തിരിക്കുന്നു. kth കോളം ഫിക്സ്ഡ് ആണ്. ബാക്കിയെല്ലാം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും kth കോളം മാറുന്നില്ല, ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് kth കോളത്തിൻ്റെ ഒരു ഫങ്ഷനായിട്ട് കാണാമല്ലോ. അത് മാത്രം ഫിക്സ്ഡാണ്, ബാക്കിയെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് kനെ എന്താണ് അതിൻ്റെ ഒരു ഫങ്ഷനായിട്ട് കാണാം. ദിസ് ഫങ്ഷൻ വിച്ച് ടേക്സ് AK ടു ദ ഡിറ്റർമിനൻറ്റ് എബോവ് ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം ദ വെക്ടർ സ്പേസ് ഓഫ്. അപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് n by 1 മെട്രിക്സസ്, AK എന്ന് പറഞ്ഞാൽ ഒരു n by 1 മെട്രിക്സ് ആണ്. kth കോളം n by 1 മെട്രിക്സസിൻ്റെ സെറ്റിനകത്തുനിന്നും വിത്ത് എൻട്രീസ് ഇൻ F ടു അതിൽ നിന്ന് Fലേക്ക് തന്നെയുള്ളൊരു ഫംഗ്ഷനാണ്. ദ ലീനിയാരിറ്റി ഫോളോസ് ഈസിലി ഫ്രം. അപ്പോൾ ഇതെങ്ങനെ ലീനിയർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10.25 നമ്മൾ ഡിറ്റർമിനൻറ്റിനെ ഒരു സമ്മായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു സമ്മേഷൻ്റെ ലീനിയാരിറ്റി കൊണ്ടാണ് ഇതൊരു ലീനിയർ മാപ്പായിട്ട് മാറുന്നത്. ഓക്കെ, സമ്മാണ്. അപ്പോൾ സമ്മാകുമ്പം ഡിറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ലീനിയർ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. Note that this proof is completed. Okay. Anywhere each term in the sum contains precisely one entry from the kth column of A. അപ്പോൾ അതിനകത്തിൽ ഈ M1 M2 എക്സെട്രാ MN പെർമ്യൂട്ടേഷൻ ഉണ്ട്. അതിൻ്റെ വാല്യൂസ് ഓരോ പ്രാവശ്യം മാറുമ്പോഴും ഇപ്പോൾ kth കോളത്തിലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കുന്നത് നമ്മൾക്ക് kth കോളം ആകുമ്പോൾ A1k A2k അങ്ങനെ ANK എന്ന് കിട്ടും. അതാണ് kth കോളത്തിലെ എലമെൻറ്റ്സ്. അപ്പോൾ അത് നമുക്ക് അവിടെ ഓരോ പെർമ്യൂട്ടേഷനും നമുക്ക് ആ ഒരു ഫോർമുല നോക്കിയാൽ മനസ്സിലാവും. ഈ kth കോളത്തിലെ എലമെൻറ്റ്സ് എല്ലാത്തിനകത്തിലും വരും. ആ സമ്മേഷനകത്തിൽ ഓരോന്നിനകത്തിലും ഈ പറഞ്ഞ kth കോളത്തിലെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. Now we are ready to prove one of the key properties above determinants of square matrices. This property will enable us to connect the determinant of an operator with the determinant of its matrix. Note that this proof is considerably more complicated than the proof of the corresponding result about trace. നോക്ക് 10.31 theorem. If A and B are square matrices of the same size, then DT AB is equal to DT A into DT B. Sorry, DT AB is equal to DT B is equal to DT A into DT B. അപ്പോൾ ഈ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ എനെ നമ്മൾ മുമ്പ് പറഞ്ഞ റെപ്രസെൻറ്റേഷനിൽ എഴുതുന്നത് A1 എക്സെട്രാ AN, വേർ ഈച്ച് AK ഈസ് എൻ n by 1 കോളം ഓഫ് A. ലെറ്റ് ക്യാപിറ്റൽ B ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ B കണ്ടല്ലോ, B11 എക്സെട്രാ B11 BN1 എക്സെട്രാ BNN. അതിനെ B1 എക്സെട്രാ BN എന്ന്
കൊടുക്കുന്നു. where each bk is an n/1 column of b. ഓരോ bkയും ഒരു n/1 column of b ആണ്. let ek denote the n/1 matrix that equals. അപ്പോൾ ek എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kth പൊസിഷനിൽ 1 വരും, ബാക്കിയെല്ലാം 0 വരുന്ന ആ ഒരു കോളമാണ് ek എന്ന് പറയുന്നത്. അങ്ങനത്തെ n/1 മെട്രിക്സ് ആണ് ek. a ഇൻറ്റു ek നമുക്ക് ak ആയിരിക്കും. ഈ ക്യാപിറ്റൽ എയിനെ നമ്മൾ ek കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് അറിയാമല്ലോ എങ്ങനെയാണെന്ന്, n/n മെട്രിക്സ് ആണ്. അതിനെ നമ്മൾ ek കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kth പൊസിഷനിൽ നമുക്ക് 1 വരുന്നു, ബാക്കി എല്ലായിടത്തും നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആദ്യത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ek ചെയ്യുമ്പോൾ ആ kth പൊസിഷനിൽ മാത്രമാണ് ഒരു നോൺ സീറോ എൻട്രി കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ kth കോളത്തിലെ ഫസ്റ്റ് എൻട്രി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത റോയിലെ അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള റോ കൊണ്ട് നമ്മൾ ഈ ഈക്കേനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇതേപോലെ തന്നെ അടുത്ത റോയിലെയും kth പൊസിഷനിലുള്ള, അതായത് kth കോളത്തിലെ ആളിനെ നമുക്ക് കിട്ടും. അത് നമ്മൾ മുമ്പേ കിട്ടിയതിൻ്റെ തൊട്ട് താഴെ എഴുതും. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് kth കോളം ഫുള്ള് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? a ഇൻറ്റു ek ഈക്വൽ ak എന്ന് കിട്ടുന്നത്. ആൻഡ് b ഇൻറ്റു ek ഇതേപോലെ bk കിട്ടും. ഫർദർമോർ bkനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ m = 1 to n b mk ഇൻറ്റു em എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ m = 1 കൊടുത്തു കഴിഞ്ഞാൽ b1k bk ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. bk എന്ന് പറഞ്ഞാൽ kth കോളമാണ്. kth കോളത്തിൽ എല്ലാ ആൾക്കാരെയും കിട്ടുന്നുണ്ട് നമുക്ക്. m = 1 കൊടുത്താൽ bm1 ഇൻറ്റു e1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ b1k e1 എന്നാണ് ആദ്യത്തെ കിട്ടുന്നത്. b1kയും e1നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? e1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി 1 വരുന്നു. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ b1k വരുന്നത്, ബാക്കി എല്ലാം 0 വരുന്ന ഒരു മെട്രിക്സ് കിട്ടും. പ്ലസ് അടുത്തത് m = 2 കിട്ടുമ്പോൾ b2k e2 എന്ന് കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം രണ്ടാമത്തേതിനകത്ത് b2k കിട്ടുന്ന ഒരു മെട്രിക്സ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് bk ആയിരിക്കും കിട്ടുക. ഫസ്റ്റ് വി വിൽ പ്രൂവ് ദാറ്റ് ഡിറ്റ് എ ബി = ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി. ഇത് മാത്രമേ നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നുള്ളൂ, ബാക്കി സിമിലർലി പറയുകയാണ്. ഈ മൊമെൻറ്റ്സ് തോട്ട് അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഷോസ് ദാറ്റ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എയുടെ ഫസ്റ്റ് റോ ഇൻറ്റു നമ്മുടെ ക്യാപിറ്റൽ ബിയുടെ ഫസ്റ്റ് കോളം, അതായത് b1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? പിന്നെ അടുത്ത് എന്ത് ചെയ്യുന്നു? എയുടെ ഫസ്റ്റ് റോ ഇൻറ്റു ബിയുടെ സെക്കൻഡ് കോളം, അത് രണ്ടാമത് എഴുതും. ഇങ്ങനെയല്ലേ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ മെട്രിക്സിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ കോളവുമായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ab1 എക്സെട്ര abn എന്ന് എഴുതാം. ദസ് ഡിറ്റ് ab = ഡിറ്റ് ab1 എക്സെട്ര abn = ഡിറ്റ് a ഇൻറ്റു. നേരത്തെ bkയുടെ ഡെഫിനിഷൻ തൊട്ട് മേളിൽ പറഞ്ഞല്ലോ, bkയുടെ ഒരു ഫോം പറഞ്ഞു, അതവിടെ എഴുതിയിരിക്കുന്നു. kയുടെ ഓരോ വാല്യൂനും അത് എഴുതിയിരിക്കുന്നു. ഇനി ഡിറ്റ് ഓഫ് ഓരോന്നിനും a ഓഫ് സമ്മേഷൻ അങ്ങനെയാണല്ലോ കൊടുത്തേക്കുന്നത്. a അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോടത്തും. പിന്നെ സമ്മെല്ലാം ഒരുമിച്ച് എഴുതുക, അതായത് ഡിറ്റിൻ്റെ ലീനിയർ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഡിറ്റിനെ ഉള്ളിലേക്ക് കയറ്റിയത്, സമ്മേഷൻ വരുന്നതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. വേർ ദ ലാസ്റ്റ് ഈക്വാലിറ്റി കംസ് ഫ്രം ദ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ദി ലീനിയാരിറ്റി ഓഫ് ഡിറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് 1 column at a time. In the last sum above, all terms in which mj = mk for some j not equal to k can be ignored because the determinant of a matrix with 2 equal columns is 0. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ നോക്കിക്കേ, m1 = 1 to n, mn = 1 to n, ഇതെല്ലാം നമ്മൾ വേരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ m1ൻ്റെ വാല്യൂ, ഇതിൻ്റെ എല്ലാം വാല്യൂസ് ഈക്വൽ ആവുന്ന കേസും എടുക്കും. em1 em2 ഈ പറയുന്ന m1 1 to n ആവുന്ന
അതേപോലെ M2 1 മുതൽ n ആവുന്നു. അപ്പോൾ എല്ലാ വാല്യൂസും എടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഈക്വൽ ആവുന്ന വാല്യൂസും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമില്ല, കാരണം രണ്ടെണ്ണത്തിൻ്റെ വാല്യൂസ് ഈക്വൽ വന്നു കഴിഞ്ഞാൽ AEM1ഉം AEM2 M1 M2 ഈക്വലാണ്, രണ്ടും സെയിം ആയിട്ട് വരും. ഇപ്പോൾ രണ്ട് കോളം ഒരേപോലെ വരും, ഡിറ്റർമിനൻറ്റ് 0 ആവും. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ളത് മതി നമുക്ക്. അപ്പോൾ ഇത്രയും സമ്മിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാം, നമ്മൾ പെർമ്യൂട്ടേഷൻസ് ഉപയോഗിക്കുകയാണ്. Thus, instead of summing overall m1 etc. n with each mj taking on values 1 to up to n, we can sum just over the permutations where the mj's have distinct values. In other words, dit AB is equal to mjസിനെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. സമ്മേഷൻ m1 എക്സെട്ര mn. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് വരണമെങ്കിൽ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാം വരും. ഇങ്ങനത്തെ M1 M2 എക്സെട്ര mൻ്റെ എല്ലാ പോസിബിളായിട്ടുള്ള വാല്യൂസും. അപ്പോൾ അതെല്ലാം ഡിഫറെൻ്റ് ആവുകയും ചെയ്യും. M1 M2 etc. mn belongs to perm n, Bm1 1 etc. Bmn dit of AEM1 etc. AEM equal to summation M1 M etc. mn belongs to perm n Bm1 1 etc. Bmn sin of M1 etc. mn into dit A. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് AEM1 etc. AEMn എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സൈൻ ഓഫ് M1 എക്സെട്ര mn ഇൻറ്റു ഡിറ്റ് A. അത് നമ്മൾ നേരത്തെ ഡിറ്റിൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, തൊട്ടുമേളിൽ പഠിച്ചതായിരുന്നു. ഇനി ഡിറ്റ് A എന്ന് പറയുന്നത് നമുക്ക് പുറത്തെടുക്കുക, കാരണം ഡിറ്റ് A പറഞ്ഞത് ഈ സമ്മേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഡിറ്റ് A പുറത്തെടുക്കുന്നു, ബാക്കിയെല്ലാം അതുപോലെ എഴുതുന്നു. ഇപ്പോൾ ഡിറ്റ് A ഇൻറ്റു ബൈ ഡെഫിനിഷൻ ബാക്കിയുള്ളത് എന്താണ്, ഡിറ്റ് B ആണ്. വേർ ദ സെക്കൻഡ് ഇക്വാലിറ്റി കംസ് ഫ്രം 10.30. ഇൻ ദി പാരഗ്രാഫ് എബോവ് വി പ്രൂവ്ഡ് ദാറ്റ് ഡിറ്റ് A B is equal to ഡിറ്റ് A ഇൻറ്റു ഡിറ്റ് B. ഇൻ്റർചേഞ്ച് ഇപ്പോൾ ഇവിടെ ഡിറ്റ് A B is equal to ഡിറ്റ് A ഇൻറ്റു ഡിറ്റ് B എന്ന് കിട്ടും. തിരിച്ച് എയുടെയും ബിയുടെയും സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് ഡിറ്റ് B is equal to ഡിറ്റ് B ഇൻറ്റു ഡിറ്റ് A എന്ന് കിട്ടും. ഓക്കെ, now we can prove that the determinant of the matrix of an operator is independent of the basis with respect to which the matrix is computed. Corollary: suppose T belongs to L of P. നമ്മൾ പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ദി മെട്രിക്സ് ഓഫ് എൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ബേസിസ് ആണ്. മെട്രിക്സ് ഏത് ബേസ് വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് അതിനെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. സപ്പോസ് T ബിലോങ്സ് ടു L of P. രണ്ട് ബേസിസ് ഉണ്ട്, യുകളും വികളുടെയും ബേസിസ് ഉണ്ടെങ്കിൽ രണ്ടും വെച്ച് നമ്മൾ ഓരോ മെട്രിക്സ് Tക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടിനും ഡിറ്റർമിനൻ്റ് സെയിം ആയിരിക്കും. സപ്പോസ് U1 എക്സെട്ര UN V1 എക്സെട്ര VN ആർ ബേസിസ് ഓഫ് V. ലെറ്റ് ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ദി ഐഡൻറ്റിറ്റി മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ടു ബേസിസ് കണ്ടുപിടി. അതാണ് A. അങ്ങനെ ഡിറ്റ് ഓഫ് M of T with respect to U1 etc. UN equal to dit of A inverse into M of T with respect to V1 etc. VN into A എന്ന് എഴുതുക. അതായത് ഇത് ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. മെട്രിക്സ് ഓഫ് ദി ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ വിത്ത് റെസ്പെക്ട് ടു യുവിൻ്റെ വിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം നമ്മൾ ഇത് നേരത്തെ പഠിച്ചായിരുന്നു ആ സെക്ഷനിൽ. അപ്പോൾ നിങ്ങളെന്തെങ്കിലും അത് നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇക്വൽ ടു ഡിറ്റ് ഓഫ് ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഓഫ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നമുക്ക്, ഡിറ്റ് എ ബി സിക്കലോ അത് തിരിച്ചെഴുതാമല്ലോ നമുക്ക്. ഡിറ്റ് എ ബി സിക്കലോ ഡിറ്റ് ബി എ ആണ്. അപ്പോൾ അത് എ ഇൻവേഴ്സിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ നമുക്ക് ഈ എ ഇൻവേഴ്സ് കൂടെ ചേരുമ്പോൾ അതങ്ങ് ഐഡൻറ്റി ആകും. അപ്പോൾ ഡിറ്റ് M of T വിത്ത് റെസ്പെക്ട് ടു V1 എക്സെട്ര VN. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു.